Hello everyone, welcome back to my channel Ncert Malyalam. Ncert Class 6th History Chapter 6 New Questions and Ideas in the final part discussion video. So let's start. It was very difficult for the most men and women to follow these strict rules. Nevertheless, thousands left their home to learn teaching this new way of life. Many more remained behind and supported those who became monks and nuns, providing them with food. Jainism was supported mainly by traders. So, ജൈനിസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും അതിൻ്റെ റൂൾസ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കാനും അതുപോലെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം തേടിയിട്ട് വീടൊക്കെ വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് അവിടെ തന്നെ നിന്നിട്ട് ബാക്കിയുള്ള സന്യാസികൾ, അതായത് മോങ്സും സന്യാസിനികൾ നൺസിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Jainism was supported mainly by traders. Farmers who had to kill insects to protect their crops found it more difficult to follow the rules. സോ ട്രേഡേഴ്സിന് ജൈനിസം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫാമേഴ്സ് അവരുടെ ജോലിക്കിടയിൽ ശല്യം ചെയ്യുന്ന ഇൻസെക്ട്സിനെ, അതുപോലെ തന്നെ അവരുടെ ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻസെക്ട്സിനെ കൊല്ലുമായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇൻസെക്ട്സിനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അഹിംസ അല്ലേ, അഹിംസ അതൊക്കെ എതിരായിട്ടാണ്. അപ്പോൾ ഫാമേഴ്സിന് അത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. Over hundreds of years, Jainism spread to different parts of North India and to Gujarat and to Tamil Nadu and Karnataka. The teachings of Mahavira and his followers were transmitted orally from several countries. So, ഇങ്ങനത്തെ ജൈനിസം നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ സ്പ്രെഡായി. അവരുടെ മഹാവീരയിലും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ ടീച്ചിങ്സൊക്കെ ഒരുപാട് സെഞ്ചുറീസോളം അങ്ങനെ ഓറലി, അതായത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മൂലം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. They were written down in the form of which they presently available at a place called Vallabhi in Gujarat about 1500 years ago. അപ്പോൾ അതിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വല്ലഭി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഉള്ളത്. അത് ഏകദേശം 1500 വർഷം മുന്നേ എഴുതിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. And Bhikkhunis, they taught others and helped to one another. They also held meeting to settle any quarrels that took place within the Sangha. ഇപ്പോൾ സംഘ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ക്വാറൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ മീറ്റിംഗ്സ് ഉണ്ടാക്കിയിരുന്നു. അവർ പരസ്പരം പഠിപ്പിച്ചും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Those who joined the Sangha included Brahmins, Kshatriyans, merchants, laborers, barbers, courtesans, and slaves. Many of them wrote down the teachings of Buddha. Some of them also composed beautiful poems describing their life in the Sangha. സോ ഈ സംഖ്യയിൽ, അതായത് ഈ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആയത് ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു, ക്ഷത്രിയന്മാരുണ്ടായിരുന്നു, മെർച്ചൻസ് ഉണ്ടായിരുന്നു, ലേബേഴ്സ് ഉണ്ടായിരുന്നു, ബാർബേഴ്സ് ഉണ്ടായിരുന്നു, കോട്ടേഴ്സൻസ് എന്ന് പറയുമ്പോൾ കൊട്ടാരത്തിലെ ആൾക്കാർ അവരുണ്ടായിരുന്നു, സ്ലേവ്സ് അടിമകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ ബുദ്ധയുടെ ഓരോ ടീച്ചിങ്സിനെ പറ്റിയിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് നല്ല പോയിംസൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സംഖ്യയിലുള്ള ലൈഫ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പോയിംസ് ആയിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നത്. Monasteries എന്ന് പറയുമ്പോൾ എന്താ, സന്യാസികൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മൊനാസ്ട്രീസ്. ഓക്കെ, ടു ബിഗിൻ വിത്ത് both Jaina and Buddhist monks went from place to place throughout the year teaching people. The only time they stayed in the one place was during the rainy season when it was very difficult to travel. സോ മോസ്റ്റ്ലി നമ്മുടെ ജൈനാസും ബുദ്ധിസ്റ്റുകൾ അതിലുള്ള സന്യാസികളൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. വർഷം തോറും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർ മഴക്കാലത്ത് മാത്രം ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റേ ചെയ്യായിരുന്നു. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Then their supporters built temporary shelters for them in gardens or they lived in natural caves in the hilly areas. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഷെൽട്ടേഴ്സും അതുപോലെ തന്നെ ഗാർഡൻസിലൊക്കെ ഷെൽട്ടേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോരോ നാച്ചുറലി ഉള്ള ഗുഹയിലൊക്കെ അവർക്ക് സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുമായിരുന്നു. As time went on, many supporters of the monks and nuns and they themselves felt the need to be more permanent shelters and so monasteries were built. സോ ഒരുപാട് സപ്പോർട്ടേഴ്സും ഒക്കെ നൺസിനും മോങ്സിനും ഒക്കെ അത് മാത്രം പോരാ, അവർക്ക് കുറച്ചും കൂടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ വേണം, ടെമ്പററി പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, മഠങ്ങൾ, അതായത് മൊനാസ്ട്രീസ് ഒക്കെ ബിൽഡപ്പ് ചെയ്തു. ദീസ് were known as viharas. അപ്പോൾ അതിൻ്റെ പേരാണ് വിഹാരാസ് എന്നുള്ളത്. The earliest viharas were made of wood and then brick. So were even in caves that were dug out in hills, especially in West India. സോ മെയിൻലി ഈ മൊനാസ്ട്രീസ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് കൊണ്ടും അതുപോലെ തന്നെ ചിലത് ബ്രിക്ക് കൊണ്ടൊക്കെ ആയിരുന്നു.
ചിലത് കേവ്സിലൊക്കെ ആയിരുന്നു, ഇങ്ങനെ കേവ്സ് ഡിഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ ഈ ഒരു മൊണാസ്ട്രീസ് ഉണ്ടാക്കിയിരുന്നത്. എസ്പെഷ്യലി വെസ്റ്റേൺ ഇന്ത്യയിലായിരുന്നു കേവ്സിലൊക്കെ ഡിഗ് ചെയ്തിട്ടുള്ള മൊണാസ്ട്രീസ് ഉണ്ടാക്കിയിരുന്നത്. A Buddhist text tells us, just as the water of rivers lost their names and separateness when they follow in the mighty ocean, so is Varna and ranks and family forgotten when the followers of Buddha join the order of monks. സോ നമ്മളെ വെള്ളത്തിലുള്ള റിവറിലുള്ള പുഴയിലുള്ള വെള്ളം പോലെ പേരുകളില്ല, അതുപോലെ തന്നെ അങ്ങനെ ഓരോ വിഭജനങ്ങളൊന്നുമില്ല. അവരൊരു ഇപ്പോൾ നമ്മുടെ റിവേഴ്സിലുള്ള വെള്ളം ഓഷ്യനിലേക്ക് ഒഴുകി പോകും, പക്ഷെ അതിന് ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി. അതും റാങ്കുകളും ഒക്കെ എന്ത് ചെയ്യും, ബുദ്ധയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോങ്കിൻ്റെ ആ ഒരു സന്യാസിയുടെ പാത്ത് നമ്മൾ ഫോളോ ചെയ്ത് അതെല്ലാം നമ്മൾ മറക്കും എന്നാണ് ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ബ്ലൂ ബോക്സിനകത്ത് പറയുന്നത്. Very often, the land on the vihara were built was donated by a rich merchant or a landowner or the king. The local people came with gifts of food, clothing and medicines for the monks and nuns. In return, they taught the people. Over the centuries, Buddhism spread to many parts of the subcontinent and beyond. സോ ഇങ്ങനത്തെ ഈ ഒരു ലാൻഡ് നമ്മൾ വിഹാര എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വിഹാര ഡൊണേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള മേർച്ചൻറ്റോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഓണറോ ഒക്കെ അല്ലെങ്കിൽ കിങ്ങൊക്കെ ആയിരിക്കും. അപ്പോൾ ലോക്കൽ പീപ്പിൾ അവിടേക്ക് ഇങ്ങനെ ഫുഡും ക്ലോത്തിങ്ങും അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ മോങ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സെഞ്ച്വറീസ് കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു മതം എന്ത് ചെയ്യുന്നു, സബ് കോണ്ടിനെന്റിലും ലോകം മൊത്തം എന്തായി വ്യാപിച്ചു എന്നാണ് പറയുന്നത്. The system of ashramas. Around the time when the Jainism and Buddhism were becoming popular, Brahmins developed the system of ashramas. Here, the word ashrama does not mean a place where people live in and meditate. It is used instead for the stage of life. 4 ashramas were recognized: Brahmacharya, Grihastha, Vanaprastha, and Samnyasa. Brahmin, Kshatriya, and Vaishya men were expected to lead simple lives and study the Vedas during the early years of their life. Brahmacharya. സോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൈനീസും ബുദ്ധിസും ഒക്കെ പോപ്പുലറായ അതേ സമയത്ത് തന്നെ ബ്രാഹ്മിൻസ് ഒരു പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് ആശ്രമാസ് എന്ന് പറയുന്നത്. ആശ്രമാസ് എന്ന് പറയുമ്പോൾ ഒരു അവിടെ പോയി താമസിക്കുക, അവിടെ പോയി മെഡിറ്റേറ്റ് ചെയ്യുക, ആ ഒരു ആശ്രമയല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് ഓഫ് ലൈഫാണ്. അപ്പോൾ ആശ്രമാസിനെ തന്നെ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യ എന്നും ഗൃഹസ്ഥ എന്നും. So, Brahmin, Kshatriya, Vaishya men were expected to lead a simple lives and study the Vedas during the early years of life called Brahmacharya. Brahmacharya എന്ന് വെച്ചാൽ നല്ല സിമ്പിളായിട്ടുള്ള ക്ഷത്രിയന്മാരും ബ്രാഹ്മൺസും വൈശ്യന്മാരും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. അവർ വേദാസ് പഠിക്കുന്നു. അവർ അങ്ങനത്തെ ഒരു ലൈഫിനെയാണ് നമ്മൾ ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. ഇനി ഗൃഹസ്ഥ എന്ന് വെച്ചാൽ ദെൻ ദേ ഹാഡ് ടു മാരി ആൻഡ് ലിവ് ആസ് ഹൗസ് ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്കൊരു കുടുംബനാഥനായിട്ട് ഇങ്ങനെ ജീവിക്കണം, കല്യാണം കഴിച്ച് കുടുംബനാഥനായി ജീവിക്കണം. അതിന് ഗൃഹസ്ഥ എന്ന് പറയും. ദെൻ ദേ ഹാഡ് ടു ലിവ് ഇൻ ഫോറസ്റ്റ് ആൻഡ് മെഡിറ്റേറ്റ്, വാനപ്രസ്ഥ. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം, കാട്ടിൽ പോയിട്ട് അവരവിടെ പോയി മെഡിറ്റേറ്റ് ചെയ്യണം. ഇതിന് നമുക്ക് വാനപ്രസ്ഥ എന്നാണ് പറയുക. ഫൈനലി ദേ ഹാഡ് ടു ഗിവ് അപ്പ് എവറിത്തിങ് ആൻഡ് ബിക്കം സന്യാസീസ്. സോ അവസാനം എന്ത് ചെയ്യണം, അവരെല്ലാം ഇത് വെടിഞ്ഞിട്ട് അവർ സന്യാസിമാരായി വരണം. അതാണ് സന്യാസീസ് എന്ന് പറയുന്ന സിസ്റ്റം. ദി സിസ്റ്റം ഓഫ് ആശ്രമാസ് അലൗഡ് മെൻ ടു സ്പെൻഡ് സം പാർട്ട് ഓഫ് ദെയർ lives in meditation. Generally, women are not allowed to study the Vedas and they had to follow ashramas chosen by their husbands. So, ഈ ആശ്രമാസ് എന്ന് പറയുന്നത് ഒരു കൂടുതലും അവർക്കൊരു മെഡിറ്റേഷനിലൊരു പാർട്ടായിട്ട് അവർക്ക് ഉണ്ട്. മാത്രമല്ല വുമൻസ് ഒരിക്കലും വേദാസ് പഠിക്കാൻ ബാധ്യസ്ഥരായിരുന്നില്ല, അവർക്കത് അലൗഡ് ആയിരുന്നില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഹസ്ബൻഡ്സ് ആശ്രമാസ് ഫോളോ ചെയ്യുന്നെങ്കിൽ അത് അവർക്കും ഫോളോ ചെയ്യണമായിരുന്നു. ഹസ്ബൻഡ്സ് ഫോളോ ചെയ്യുന്ന പോലെ ഹസ്ബൻഡിന് എന്ത് അനുസരിച്ച് നിൽക്കണമായിരുന്നു അവർക്ക്. That's all about the system of ashramas. Hopefully you understood the class. Thank you everyone and thank you so much.